കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. മാർച്ച് മാസം 3-ാം തീയതി ചന്ദ്രഗ്രഹണമുണ്ട്. ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ക്ഷേത്ര ദർശനത്തിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് 3:30 മണിക്ക് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര നട തുറക്കുകയും കാഴ്ചശിവേലി നടക്കുകയും ചെയ്യുന്നു. 5:30 മണിക്ക് കാഴ്ചശിവേലി അവസാനിച്ച് ഗുരുവായൂരപ്പൻ ശ്രീരകത്തേറി കഴിഞ്ഞാൽ ശ്രീകോവിൽ നട അടയ്ക്കുന്നു. പിന്നെ ക്ഷേത്ര നട തുറക്കുന്നത് 7:15-നാണ്. ഈ 5:30 മുതൽ 7:15 വരെ ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. ക്ഷേത്രത്തിൽ വരാം, ചുറ്റമ്പലത്തിലിരിക്കാം, നാമങ്ങൾ ചൊല്ലാം, ഈശ്വരനെ സ്മരിക്കാം. അതിനുള്ള ഏർപ്പാട് ദേവസ്വം ചെയ്തിട്ടുണ്ട്. ഗ്രഹണ സമയത്ത് ഈശ്വര എന്നുള്ള ചിന്തകൾ മുഴുകി ഇരിക്കണം എന്നാണ് പറയുക, നാമം ചെല്ലണം എന്നാണ് പറയുക. ഈ സമയത്ത് പുറമേ നിന്നൊന്നും ഭക്ഷണം പാകം ചെയ്യുവാനോ ഭക്ഷണം കഴിക്കുവാനോ പാടുള്ളതല്ല. അതിലെല്ലാം വിഷാംശങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനടക്കം വിഷമുണ്ട് എന്നാണ് പൂർവികർ പറയുന്നത്. 7:15 ക്ഷേത്ര നട തുറന്നു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയാണ് ആ സമയത്ത് നടത്തുന്നത്. അതിനുശേഷം അത്താഴപൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലി എഴുന്നള്ളിച്ച് സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ വെക്കാറാകുമ്പോഴേക്കും ഏകദേശം 10 മണിയാകും. ഗ്രഹണം കാരണം നേരം വഴുകുന്നതാണ്. പിന്നെ എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചക്രവർത്തിയുടെ മുമ്പിൽ എഴുന്നിട്ട് ഇന്ന് വിശേഷാൽ പഞ്ചതായമ്പകയാണ് നടക്കുന്നത്. ഇത് പ്രത്യേകമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ പഞ്ചതായമ്പക കേൾക്കുവാൻ എല്ലാവരും വരിക. അന്നേ ദിവസം അന്നദാന ഹാളിൽ ഭക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല, ദേശപകർച്ചകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രഹണ സമയത്ത് എല്ലാവരും ഭഗവാനെ സ്മരിക്കുക, നാമം ചെല്ലുക, അതിലെല്ലാം മുഴുകുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ ഗുരുവായൂരപ്പ ശരണം.